ഏവർക്കും SRT ഹീലിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് നമ്മുടെ സുലൈമാൻ കാക്ക എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള മാഞ്ഞാലി എന്നുള്ള പ്രദേശത്ത് നിന്ന് SRT ഹീലിംഗിന് ചികിത്സക്ക് വന്നിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന് കാൽമുട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മടക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്ന് നടക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന, ഒപ്പം തന്നെ മുട്ട് മടക്കിയിട്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തഹിയാത്തിന് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 70 വയസ്സ്. ജോലി ഒരു അധ്യാപകനായിരുന്നു മാഞ്ഞാലി സ്കൂളിൽ. ഇപ്പൊ അങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞു വന്നു. സ്വസ്ഥ ഗൃഹഭരണ. എത്ര വർഷമായി ഈ കാൽമുട്ടിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? ബുദ്ധിമുട്ട് 1.5 വർഷത്തായില്ല. ആദ്യം എന്താണ് കണ്ടത്? മുട്ട് മടക്കുമ്പോ വേദന, ശക്തിയായ വേദനയുണ്ട്. എന്നിട്ട് ചികിത്സ എവിടെ തുടങ്ങി? സ്ഥലം ഒന്നും പറയണ്ട. ഹോമിയോ കഴിച്ച് പിന്നെ ആയുർവേദം കുഴമ്പോ തിരുമ്പി നടത്തി. ഇതൊന്നും കുറവില്ല. അപ്പോഴാണ് ഈ SRT ഹീലിംഗിനെ കേട്ടത്. അപ്പൊ അങ്ങനെ വന്ന് പരീക്ഷ നോക്കാന്ന് വിചാരിച്ച് വന്ന് ഞാനും ഭാര്യയും കൂടി വന്ന് ചികിത്സ തുടങ്ങി. ഇപ്പൊ ഒരു 1.5 മാസത്തോളം ആയി തുടങ്ങിയിട്ട്. 1.5 മാസത്തിനകം വളരെ ആശ്വാസമുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഇരിക്കാൻ പറ്റും. ഇരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേദനയൊക്കെ മാറി. 1.5 മാസത്തിനിടയിൽ അത്ര ടൈം എടുത്തിട്ടുള്ളൂ. പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ എല്ലാം മുട്ടും മുടങ്ങി തുടങ്ങിയല്ലോ. ഒരു 4 സിറ്റിംഗ് കൊണ്ട് 4 മാസം കൊണ്ട് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള കഴപ്പ് നീരൊക്കെ മാറിയിട്ട് മുട്ട മടങ്ങുവാനും അദ്ദേഹത്തിരിക്കാനും പറ്റി. ഓക്കെ, വേറെന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് വളരെ ഫലപ്രദമാണ് SRT ചികിത്സ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവിടെ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ സിലബസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പലയിടത്തും പോയിട്ട് മാറാത്ത പല രോഗങ്ങളും. സത്യത്തിൽ SRT ഹീലിംഗിനെ അടുത്തേക്ക് ആളുകൾ സമീപിക്കുന്നത് പല സ്ഥലത്തും പോയി മാറാത്ത അവസാനം എന്നുള്ള നിലക്കാണ്. ഇങ്ങനെ ലോങ്ങിൽ നിന്നൊക്കെയാണ് ഇവിടെ ആളുകൾ വരാറ്. അപ്പം അത്തരത്തിൽ തന്നെ ഈ മുട്ടുവേദനയ്ക്ക് തന്നെ 4-5 സ്ഥലത്ത് പല തരത്തിൽ പോയിട്ട് പിന്നീട് ലാസ്റ്റാണ് ഇവിടെ വന്നത്. അപ്പോൾ ഒരു സംതൃപ്തിയോടെയാണ് നമ്മുടെ അധ്യാപകൻ പ്രിയപ്പെട്ട മാഷോടെ ഇരിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കില്ല, വേറെ ഒന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്.